എന്താ പ്രശ്നം? ഞങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിക്കാനുള്ള സാറിന് നന്നായിട്ട് അറിയാം. ഒന്നും പുറമേ കാണുന്നില്ലല്ലോ. എന്തുമാത്രം വെള്ളം കയറ്റിയത്. ഇതെന്താ മുല്ലപ്പെരിയാർ ഡാമാണോ? വിള്ളല് വീണോ? അതെന്താ തോന്നിച്ചാ മുല്ലപ്പെരിയാർ ഡാം? നിന്റെ അമ്മാവി അമ്മേരെ തറവാടിരിക്കുന്ന സ്ഥലം. ആടെ ഇങ്ങോട്ട് വാടാ. എന്തായാലും കൊള്ളാം, മോശമില്ലായിരുന്നു. ആ നിർത്ത്. പോയിക്കോ, കോളേജിൽ കയറാൻ സമയം വൈകും. ഞാൻ സഹായിക്കണം. വേണ്ട വേണ്ട വേണ്ട, ഉടുപ്പൊടിയാതെ വേണം ക്ലാസ്സിൽ ചെല്ലാൻ. ആ ഒന്ന് നിന്നേ മോനെ. എവിടെ നിന്റെ ചീപ്പ്? ഓ, ഏതൊക്കെ വീട്ടിലെ നല്ല പെമ്പിളേര് വരുന്ന സ്ഥല. ഈ ചെക്കന് ഒരു ശ്രദ്ധയില്ല. ഇനി മുമ്പോയ്ക്കോ. ചേച്ചിമാരെ അട്ടിമറിക്കട്ടെ. അട്ടിമറിക്കാൻ പറ്റിയ രണ്ട് ശരീരം ഞങ്ങളെ കപ്പ തൊട്ടാലേ നിന്റെ കൊരവള്ളി ഞാൻ പറിക്കും. ചേച്ചി ഒരു കാലി ചായക്കുള്ള കാശ് ചേച്ചി പൂച്ച കുടിക്കാൻ പോടാ. എന്നാ പിന്നെ ഞങ്ങൾ പോയേക്കാം. പക്ഷേ ഒടുവിൽ നഷ്ടബോധം തോന്നരുത്. എല്ലാം നല്ലത് തന്നെയാണ്. എടിയേ, ദാ ഗോഡ് ഫാദർ വരുന്നുണ്ട്. ആ വിളിച്ചത് ഞാൻ കേട്ടു. അതെ, ഇരട്ടപ്പേര് വിളിക്കുമ്പോ വാ സമൂലം കഴുകി പല്ല് തേച്ച് നാക്ക് വൃത്തിയായിട്ട് വടിച്ചിട്ട് വേണം വിളിക്കാൻ. അക്ഷരങ്ങൾ തെറ്റരുത്. ഇങ്ങനെ ആട് ഫാദറേ, അല്ലാതെ ഗോഡ് ഫാദർ എന്നല്ല. ആട് ഫാദർ എന്ന് പറഞ്ഞാൽ ആടുകളുടെ തന്ത എന്നർത്ഥം, അല്ലാതെ ആളുകളുടെ തന്ത എന്നല്ല. കേട്ടോ മത്തി, അല്ല മമ്മി. ആടുകളുടെ പിതാവ് ഇത് ആരെ കുപ്പിയിലിറക്കാനാ പുറപ്പാട്? നല്ലോണം പമ്പ് ചെയ്ത് കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ ബലിയർപ്പിക്കല്? നിങ്ങളുടെ മൂത്തമോന് തന്നെ. പറയതിനെ പറ്റിക്കാനാണോടാ? നല്ല കഥയായി. എവര് തമ്മിൽ ചേരും. വെള്ളമടിച്ച ആടും വെള്ളത്തിൽ മുങ്ങിയ പറയതും. എന്റെ മമ്മി, കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങൾ പെറ്റ് വളർത്തിയതും പെറാതെ വളർത്തിയതും രണ്ടെണ്ണമായി പോയല്ലോ. നീ കണ്ടു മൂപ്പിക്കാതെ കാര്യം എന്നു പറയടാ ആന്റോണി. പിള്ളേരെ എവിടെ വെച്ചാ കണ്ടത്? എന്നാ ചെവി ഓർന്ന് കേട്ടോ. നിങ്ങളുടെ മൂത്ത മോൻ മറിയിച്ചൻ ഉച്ച കുർബാനയ്ക്ക് നേരെ ആവുന്നതിന് മുമ്പ് ആടിനെ പോലെ 4 കാലിലാണെന്ന്, എന്ന് വെച്ചാൽ അടിച്ച് വീലാണെന്ന്. അത്രേ ഉള്ളോ? ഇല്ലെങ്കിൽ നമ്മുടെ പറയത്തിന് ഇത്തിരി കുടിക്കുന്നതാ അതിന്റെ ഒരു എടുപ്പ്. ഒരു ഇത്തിരി അകത്തി എന്നില്ലെങ്കിൽ ഒരു ചോണയും ചെമ്മാന്ത്രവും കാണത്തില്ല. നല്ല തള്ള. എന്റെ ചങ്ങനാശ്ശേരി ചേച്ചിമാരെ, എനിക്കൊരു സംശയം. നമ്മുടെ വറിയതിന്റെ തലയിൽ മാമോദിത വെള്ളം തന്നെയാണോ വീണതെന്ന്? എന്റെ കർത്താവ്, എനിക്ക് തോന്നുന്നു വല്ല കള്ളോ പട്ടച്ചാരോ ആയിരിക്കുമെന്ന്. അവനെ മാമോദിസ മുക്കിയതെന്റെ ഗാന്ധിജിയല്ലേ? ഈ പോക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വടി കൂടി അവന് വേണ്ടി വന്നേക്കും. എന്റെ കർത്താവേ, നീ വലിയവനാ. ഗാന്ധിജി ഹിറ്റ്ലറും ഒരു കൂരയ്ക്ക് കീഴെ തന്നെ വന്നല്ലോ. എന്നടാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറയാതിരിക്കും മമ്മി? ഒരുത്തൻ 24 മണിക്കൂറും ബാറിനകത്ത്,
വേറൊരുത്തൻ കവലയെ കിടന്ന് കള്ളനും കഞ്ചാവിനും എതിരെ തൊള്ള വലിച്ചു കീറുന്നു. കള്ളും പള്ളിയും തമ്മിലുള്ള 400 മീറ്റർ അകലം കൂട്ടുകയല്ല ഈ സഹന സമരത്തിന്റെ ലക്ഷ്യം. തലസ്ഥാനത്ത് ഒരു നേതാവും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു AC റൂമും ബാഗ് നിറയെ കറൻസിയും ഉണ്ടെങ്കിൽ ഭിത്തി വഴി ചരട് പിടിച്ച് 40 മീറ്റർ 400 മീറ്റർ ആക്കാൻ മാന്ത്രിക വിരുദ്ധുള്ള ബാർ ലോബിക്ക് നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ അബ്കാരി ശക്തിക്കെതിരെ പട നയിച്ചിട്ട് ഒരു ഫലവുമില്ലെന്നറിയാം. 1.5 ലക്ഷവും 1 ലക്ഷവും കിസ്തടച്ച് ബ്രിട്ടീഷ് കോളനിക്കാർക്ക് കള്ളു വിളമ്പുവാൻ സർക്കാരിൽ നിന്ന് അച്ചാരം വാങ്ങുന്നവൻ ആ കച്ചവടം നേരാമെണ്ണം നടത്തുന്നതിൽ നമ്മുടെ സമിതിക്ക് കിശുമ്പോ കുന്നായ്മയോ ഇല്ലതാനും. പക്ഷേ ഇവിടെ അതല്ലല്ലോ കഥ. ഈ കോളനിക്കവനിൽ പെട്ടെന്ന് രാത്രിയിൽ പൊട്ടിമുളച്ച ആ പലകപ്പുര അനധികൃതമാണ്. ഗുണ്ടാശേഷിയും കള്ളപ്പണവും കൊണ്ട് അമ്മയൊക്കെ വെല്ലുവിളിച്ച് പടത്തു നിർത്തിയതാണ് ആ ഉപട്ടാപ്പ്. കർത്താവേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു സമാധാനം തരികയെന്ന് പറഞ്ഞ അച്ചോ, നമ്മുടെ കുട്ടികളുടെ സമരം സമാധാനപരമായിരുന്നു. ചെന്നൈക്കാടിന്റെ ആളുകള് പന്തലിൽ കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാ വറീച്ച വന്നത്. വറയത്തിന് സ്വാ നിങ്ങൾക്ക് അറിയാമല്ലോ. മുമ്പും മുമ്പും നോക്കാത്തോനാ അവൻ കയറി അടിക്കട്ടോ. ചുണക്കുട്ടനാ വറീച്ചൻ. ജനോക്കിട്ടനാ വല്ലോന്നെ കഴിക്കും കാലം ഉത്തരം പറയേണ്ടി വരും. ചെല്ലേ അപ്പഴേ പോകുന്ന വഴിക്ക് ആ കുറുപ്പ് വക്കീലോടെ കണ്ടോ. നീ ഇതെല്ലാം കഴിഞ്ഞ് അവനെ ഇറക്കോ കയറ്റോ എന്താന്ന് വെച്ചാൽ അയൽ ചെയ്യട്ടെ. ചുണക്കുട്ടനാണ് പോലും എമ്മാടി. 10-20 വർഷമായിട്ട് ചെന്നൈക്കാടന്മാരുടെ ഈ വേഷം കെട്ടല് ഭവാനി കാണുന്നാടാ. ആണത്തുള്ളവനൊന്നും ആളെ ഇറക്കി അടിക്കത്തില്ലടാ. എന്റെ ചേച്ചി, നമ്മുടെ മാട് വറീച്ചൻ സമരം നടക്കുന്നിടത്തേക്ക് പോകുന്നത് കണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നേരാണോടാ ഇത്? കണിച്ചുവളത്തിൽ നിന്ന് മാടെടുക്കാൻ പോയിട്ട് വറീച്ചനെപ്പോ വന്നു? കണിച്ചോളത്ത് അടി നടന്ന് കാണത്തില്ലായിരിക്കും, അതിന്റെ സങ്കടത്തിൽ വരുന്ന വഴിയാ. ഏതായാലും ആളടിച്ച് പൂക്കുറ്റിയാ. എന്റെ ഭഗവാനെ, എന്നാൽ ഇന്ന് വല്ലോ നടക്കും. നമ്മുടെ വറീച്ചന്റെ ജഗമുഖ അടി കണ്ടിട്ട് 12 ദിവസവും 8 മണിക്കൂറുമായി വട.
ആ കടപ്പുറത്ത് മുക്കോപ്പിള്ളരെ വരട്ടുന്ന നമ്പർ എന്റെ ഇടയ്ക്ക് ഇറക്കാണ്ടല്ലോ അരിഞ്ഞു തൂക്കും ഞാൻ. ചെന്നക്കാടന്മാർക്ക് തൊടല് പണിയാൻ ബ്രിട്ടീഷ് മാർക്കറ്റ് പറയുന്നത് ഒറ്റയ്ക്ക് വരുന്നു പറയണോ? സാറുമാർ എന്റെ കയ്യെ താഴ് കയറ്റുന്നതിന് മുമ്പ് ഇവനും എന്റെ ആൾക്കാർക്കും വായുവും വെള്ളവും വല്ലതും കൂടെ ഇല്ലാലേ കാഞ്ഞു പോകും. അച്ഛൻ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? കുഞ്ഞാട് കൂട്ടം തെറ്റിയാൽ ഇടയനല്ലേ നേർവഴി കൊണ്ടുവരേണ്ടത്. വക്കീലെ, ആടിനെ മേയിക്കാം, ഇത് മാടിനെ മേയിക്കുന്ന കാര്യമാ. കയറൂരി വിട്ടത് വക്കീലാണെന്ന് ഓർമ്മ വേണം. എന്റെ പൊന്നു കൊച്ചുതാഴ്ത്തച്ചോ, വറീദിനെ കുറിച്ച് എന്തിനാ ഇത്ര വലിയ വേവലാതി? അച്ഛനിങ്ങ് നോക്കി, സത്യം പറ, ഈ ഇടവകയിൽ അച്ഛൻ ആരേക്കാൾ കൂടുതൽ ഇഷ്ടം അവനെയല്ലേ? തെമ്മാടിയാണെങ്കിലും അവൻ മിശികയുടെ അരൂപി ഞാൻ കാണുന്നു. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാ മുട്ടിന് ഉപദേശിക്കുന്നത്. ഇതാണ് അച്ഛന്റെ കുഴപ്പം. അച്ഛൻ തൽക്കാലം ഉപദേശം നടത്ത്, എന്നിട്ട് അവനോട് പ്രവർത്തിക്കാൻ പറ. എന്നാലേ ചെന്നൈക്കാടന്മാരുടെ കാട്ടാളക്കളിക്ക് ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഒരു അറുതി ഉണ്ടാവും. ആ അച്ഛൻ നോക്കിക്കോ, ജോയിച്ചന്റെ ഷാപ്പ് സമരവും വറീദിന്റെ പന്തലടിയും എല്ലാം ഞാനൊരു മഹാസംഭവമാക്കാൻ പോവുകയാണ്. ഹലോ, മലയാളം മെയിലല്ലേ? എഡിറ്റർ ഇൻചാർജ് മിസ്റ്റർ ബാലകൃഷ്ണ കണക്ട് ചെയ്യൂ. കണ്ടില്ലേ അച്ചടിച്ചു വന്നിരിക്കുന്നത്? പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു. പോലീസിന്റെ ഒത്താശയോടെ സമരക്കാരെ മർദ്ദിച്ച് അവശരാക്കി എന്ന് വേണ്ട 8 വാർത്തയാ അന്തിപത്രത്തിന്റെ തലയില്. നാണമില്ലല്ലോടോ. ഇടി കൊണ്ട് ഇഞ്ചപ്പരിവാൻ തന്റെ ആളുകളും സഹതാപതരംഗം മുഴുവൻ സമരക്കാർക്കും. ചെറിയൊരു പത്രവാർത്തയുടെ പേരിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആകാത്ത സർക്കിളെ. വർക്കി, തനിക്ക് അങ്ങനെ പറയാം. ഉച്ച തിരിഞ്ഞ നേരം കൊണ്ട് എന്റെ കരിയറിലാ കറുപ്പ് വീണത്. സാറേ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ ഫാക്ടറികളോ ക്രീപ്പ് മില്ലുകളോ ഒന്നുമല്ല, ഇവിടുത്തെ പത്രക്കാരാ. ഇന്ന് എഴുതിയവൻ നാളെ നമ്മുടെ കൂടെ നിൽക്കും. പ്രസ്, പോലീസ്, പൊളിറ്റിക്സ് ഇവ മൂന്നും ചേർന്നാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നാണല്ലോ ചൊല്ല്. 3 വർഗത്തെയും നന്നായി അറിയുന്ന ആളല്ലേ സാറ്? മറന്നുകളാ. എനിക്കിത് പുല്ല. പക്ഷെ തന്റെ ചേട്ടനുണ്ടല്ലോ, മൂത്ത ചെന്നൈക്കാടൻ, അയാൾ ഇത് കാണുമ്പോ എന്ത് പറയും? അടങ്ങിയിരിക്കുവോ? അച്ഛനെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. അസംബ്ലി പിരിയാൻ ഇനിയും ദിവസം ഉണ്ടല്ലോ. ആളുങ്ങൾ വരട്ടെ. വർക്കിച്ചാൻ എന്തോ പറഞ്ഞാലും ഇന്നത്തെ സംഭവം നമുക്ക് ഇത്തിരി ക്ഷീണായി പോയി. നാട്ടുകാരുടെ മുന്നില് ചെന്നൈക്കാടന്മാർക്ക് ഇനി എന്താ വില? എപ്പോഴും ജയിച്ച എന്തെങ്കിലും തോൽക്കണം, അതുപോലെ എപ്പോഴും തോറ്റ എന്തെങ്കിലും ജയിക്കുകയും ചെയ്യും. ആ പ്രമാണക്കാരനാ ഞാൻ. പുഞ്ചക്കൊല്ലി വനത്തിൽ കാട്ടുപന്നികളുടെ തേറ്റ ഓടിച്ച് കഞ്ചാവ് നട്ടവരെ ചെന്നക്കാടന്മാര്. പിന്നെയാ ഇവിടെ ഒരു നാട്ടുപന്നി. അടി ഒറ്റയ്ക്ക് ഉണ്ടാവണം, എന്റെ ബലത്തിൽ വേണ്ട. നാളത്തേക്ക് ഏതാടാ വേണ്ടത്? വന്നു നേടാ പോടാ വിളിയാ. നാളത്തേക്ക് ഏതാടാണ് വേണ്ടതെന്ന് ചോദിച്ചതിനാണ് എന്റെ താടിക്ക് തട്ടിയത്. അത്ര പാതിരായിട്ടും അമ്മയും മോനും ഉറങ്ങിയില്ലേ? ഇന്ന് കാളരാത്രി ആയിരിക്കും. വര ഉടനെ ഉണ്ടാവും തോന്നുന്നില്ല. എന്നെ കണ്ട വീശിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും ശരി. എന്തിനാണ് കാണുന്നേ? എന്റെ കാല് മാറിപ്പോയി. ചെരുപ്പ് കാല് മാറ്റിട്ട് കിടന്ന് പോകുന്നു. കുഴപ്പമില്ല. അമ്മച്ചിയെ, ഈ കൈക്കൊരു പിടി കൊടുത്തേ. നീന്തി തളർന്നു വരികയാ. നേരം എത്രയെന്ന് വല്ല ബോധമുണ്ട് വലിയേട്ടമ്പിക്ക്? അത്താഴവും കുരിശുവാരും ഒക്കെ ഷാപ്പിൽ തന്നെ കഴിഞ്ഞോ? അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാ. ഇത് എന്നാ ഭാവിച്ചാ? അതിനാണ് എനിക്കും ചോദിക്കാനുള്ളത്. നീ തന്നെ ഭാവിച്ച നാട്ടിലുള്ള സകല കള്ള് ഷാപ്പുകളും അടച്ചുപൂട്ടിച്ച നീ എന്താ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആദ്യം ചെന്നൈക്കാടന്റെ അനധികൃത ഷാപ്പ്, പിന്നെ ചങ്ങനാശ്ശേരി മുതൽ കന്യാകുമാരി വരെ. ഇങ്ങോട്ടിരുന്നേ. എടാ കുഞ്ഞെ, ഈ സർക്കാരിന്റെ ആനവണ്ടി തടയുന്ന പോലെ അത്ര നിസ്സാരല്ലത്. അക്കാരോട് കളിച്ചാലേ അടി പാഴ്സലായിട്ട് വരും. അത് സ്പിരിറ്റാ, കത്തി പിടിക്കും. കൂത്തേ, അബ്കാരിയാണോ ആനവാരിയാണോ എന്നൊക്കെ നോക്കി സമരം ചെയ്യാൻ ഒക്കുവോ? ലക്ഷ്യമാണ് പ്രധാനം. ഷാപ്പ് അടപ്പിക്കൂന്ന് പറഞ്ഞ
എന്ത് വില കൊടുത്തും അത് അടപ്പിച്ചിരിക്കും. അള്ളേ, ഇന്ന് ഞാൻ വന്നില്ല, എന്റെ ലക്ഷ്യവും മാർഗവും ഒക്കെ കൊട്ട വാരിക്കൊണ്ട് വന്ന് കാണായിരുന്നു. ഇച്ചാച്ചൻ ഒന്ന് മനസ്സിലാക്കണം, ഒരു കത്തി വീശാൻ എളുപ്പമാണ്, പിന്നെ അത് മടക്കാനാണ് പാട്. അടിപിടിയും കൂട്ടത്തല്ലും ഒന്നുമല്ല ഞങ്ങളുടെ സംഘടനയുടെ നയം. ഇന്ന് ചെന്നൈക്കാടന്മാരുടെ ആൾക്കാർ തെറി വിളിച്ചപ്പോ ഇച്ചായനെ ഏറ്റുപിടിച്ചില്ലായിരുന്നെങ്കിൽ കവലയിൽ ആടി നടക്കില്ലായിരുന്നു. ആഹാ, അപ്പൊ ഞാനായ കുഴപ്പക്കാരൻ. ഇനിയിപ്പോ അത് കണ്ടു നിന്നേച്ചാ മതിയല്ലോ. കണ്ടവന്റെ ഒക്കെ ചെവിടടിച്ച് പൊട്ടിച്ചേക്കാവുന്ന നീ എന്നടാ വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ? നാഴിക്ക് 40 വട്ടം തല്ലും ബഹളം, രാത്രി 4 കാലയിലുള്ള വരവും. എന്റെ ഗീവറിസ് പുണ്യാളച്ച ഇവന് വെളിവുണ്ടാവാൻ ഞാനിനി എന്തോരം തിരി കത്തിക്കണം. അമ്മച്ചി വിളിച്ചാലേ പുണ്യാളച്ചൻ ഉത്തരം മുട്ടും. അങ്ങനെ 2 വർഷത്താ പരീക്ഷന്റെ കത്തിയാണ് പുണ്യാളത്തിന് കുന്തമാ. അമ്മച്ചേ, മറ്റു കുഞ്ഞമ്മോ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പറയട്ടെന്ന് ഒന്ന് നോക്കാം അമ്മച്ചി. അമ്മച്ചി, ഒരുത്ത മൂക്കിന് നേരെ വന്ന് തള്ളക്ക് വിളിച്ച അമ്മച്ചി കേട്ടോ നിൽക്കോ? ഇല്ലല്ലോ. ഞാനും അതേ ചെയ്തുള്ളൂ. പറയുന്ന തള്ളക്ക് വിളിച്ച ആരായാലും ശരി, അവന്റെ നാക്കരഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തോന്നും മത്തക്കുഞ്ഞു വേണം മോൻ. എനിക്ക് ഇപ്പോഴാ സമാധാനായത്. എന്റെ സൽപ്പേര് കാക്കാൻ നീ ഒരുത്തം മതിയല്ലോ. താങ്ക് യു മദർ. അയ്യോ, കാപ്പി ചെന്ന അകത്ത് കിടക്കുന്നത് പിരിഞ്ഞു പോകും. അയ്യോ, ഒത്തിരിയും ചൂടാ, തൊണ്ട കരിഞ്ഞു പോവും. ഇത് ഗാന്ധിജിയുടെ തൊണ്ടൻ വേറെ ഒന്നുമല്ല, ഹിറ്റ്ലറുടേതാണ്. അമ്മച്ചേ, ആ? ഇച്ചാച്ചൻ ഗാന്ധിജി എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെ ആയിരിക്കും അല്ലേ? അയ്യടാ, അതിന് നീ 100 ജന്മം ജനിക്കണം. ഗ്ലാസ് എഴുതടാ പോയി. ഒരു ഗാന്ധി വന്നിരിക്കുന്നു. 1.5 കിലോ ഇറച്ചില് 2.5 കിലോ എല്ലും മുട്ടനുവാ. സ്വർണം തൂക്കുന്നവനെ തൂക്കി തന്നുവിടുന്ന സാധനമല്ലേ? അതെങ്കിലും മനുഷ്യന് തിന്നാൻ ഭാഗത്ത് കൊടുത്തുവിടുവോ? അതുമില്ല. അതിന് നീ അതും പൊതിഞ്ഞിട്ട് എവിടെ കൊണ്ടുപോകാൻ മോളെ? ഇതേ കാശ് എണ്ണി കൊടുത്ത് മേടിച്ച സാധന. ദാനം തരുന്ന മുതലൊന്നും അല്ലല്ലോ. അപ്പച്ചനായതുകൊണ്ടാ മിണ്ടാതെയും കേൾക്കാതെയും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നത്. എനിക്കറിയാം, നല്ല വർത്തമാനം പറഞ്ഞ് ഇതങ്ങോട്ട് തിരിച്ചു കൊടുത്ത് ഒന്നാമത്തെ സാധനം മേടിച്ചോണ്ട് വരാൻ. മോളെ മേഴ്സി, കടയിൽ അവന് നല്ല തിരക്കായതുകൊണ്ട് സംഭവിച്ചായിരിക്കും. നീ അതൊരു പ്രശ്നമാക്കണ്ട. അപ്പച്ചനൊന്ന് ചുമ്മാ ഇരുന്നേ. മാട് പറയുന്നതിനൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പെമ്പിള്ളേരെ കൊണ്ടേ പറ്റൂ. പറയിച്ചായോ? വരുന്നുണ്ട് കുഞ്ഞോനച്ചായന്റെ ഒറ്റപ്പറക്കാടി. അവന് ഞാൻ കുറവ് ഇടണോ? ഇങ്ങ് വന്നോട്ടെ, അപ്പ കേക്കാൻ കൊട്ടും കുറവി. ഏയ് മാടേ, കളക്ഷനൊക്കെ എങ്ങനെ? കലക്കുന്നുണ്ടോ? ഇയാളുടെ മോന്തെ ഒന്ന് കാണാൻ അപ്പച്ചനോട് എന്തൊക്കെ കള്ളക്കാരനെ പറഞ്ഞെന്നറിയാമോ? ആ, നമ്മുടെ പടിയും എടുത്തേ. ജബ്ബാറേ, ആ കരളിനോടെങ്കിലും അല്പം കരുണ കാണിക്കണ്ട പൊന്നിച്ചായ. കിട്ടും, ആള് കിട്ടിയില്ലേ? നിനക്ക് എന്നാ വേണ്ടേ? നാക്കെ വെച്ച് കൂട്ടാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കൂടെ എടുത്തേ. ഇതിന്റെ അപ്പന്റെ കൊടുത്തൂടെ ചവും തൊലിയാണ്ടി. അച്ചാച്ചനോട് ഞാൻ കള്ളം പറഞ്ഞു. ഇയാളുടെ ഇറച്ചി കാശിന് കൊള്ളത്തില്ലാന്ന്. ഓ, ഇതാണ് മേഴ്സി മോളോ? കുഞ്ഞോടച്ഛൻ എന്തിയ മോളെ? ഉപ്പിടുന്നിടത്തുണ്ട്. ഇന്ന് തുകല് കയറ്റുന്ന ദിവസാ. നല്ല ജോലിയുണ്ട്. പോട്ടേച്ചി. എടാ പറയതേ, നിനക്ക് ഇവിടെ ഇതുവരെ സൂപ്പ് വെച്ച് കുടിക്കാനുള്ള സമയമായില്ലടാ. എന്റെ വായിക്കുന്ന കേക്കല കേട്ടോ. ചേടാ, ഒരു നല്ല കാര്യം പറയാൻ വന്നപ്പോ നീ എന്തിനാ ചാടിക്കടിക്കാൻ വരുന്നേ? ആ, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിക്ക് വേണ്ടി വെട്ടുപോത്തിനെ കല്യാണം ആലോചിച്ച ഞങ്ങളെ വേണമല്ലോ പറയാൻ.